ആയുധ കച്ചവടവും അതിലൂടെ ലഭിക്കുന്ന ലാഭവും മാത്രം നോക്കി നിരപരാധികളായ എത്രയോ സാധാരണക്കാരെ കാലപുരിക്കയച്ച അമേരിക്കയ്ക്ക് ആ പാവങ്ങളുടെ കണ്ണീരിന്റെ ജീവന്റെ ഫലം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. 2025 വർഷം ആരംഭിച്ചപ്പോൾ 2 മാറ്റങ്ങളാണ് അമേരിക്കയിൽ സംഭവിച്ചത്. ഒന്ന്, ജോ ബൈഡനിൽ നിന്നും ഭരണം ട്രംപിലേക്ക് എത്തി. മറ്റേത്, അമേരിക്ക ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ചെയ്തു കൂട്ടിയതിനൊക്കെ പലിശയടക്കം തിരിച്ചു കൊടുക്കാൻ പ്രകൃതി തയ്യാറായിരിക്കുന്നു. എന്തിനേയും നിയന്ത്രിക്കാമെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിനു മേലെയാണ് പ്രകൃതി ആദ്യത്തെ അടിയടിച്ചത്. കാട്ടുതീയും പ്രളയവും ചുഴലിക്കാറ്റും ഭൂമികുലുക്കവും ഒക്കെ അമേരിക്കയിലെ നിത്യസംഭവങ്ങളായി മാറിയത് നമ്മൾ കണ്ട കാഴ്ചയാണ്. ഒരു ദുരന്തത്തെയും പ്രകീർത്തിക്കാതെ തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്: നമ്മൾ ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ അനുഭവിക്കാതെ നമുക്കിവിടെ നിന്നും തിരിച്ചു പോകാനാകില്ല. അമേരിക്കയിൽ വീണ്ടും കാട്ടുതീ പടർന്നു പിടിക്കുമ്പോഴും ആളുകൾ ജീവനും കൊണ്ടോടുമ്പോഴും അതൊന്നും കാണാതെ മറ്റ് രാജ്യങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള അമേരിക്കയുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത പണിയാണിതെന്ന് പറയാതെ വയ്യ. എന്തിനാണ് മരിച്ചു വീഴുന്നത് എന്ന് പോലും മനസ്സിലാകാതെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾക്ക് വിധേയമായി കൊല്ലപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളുടെ ശാപമാണ് അമേരിക്കയിൽ ഇപ്പോൾ ചെന്ന് പതിക്കുന്നത്. അത് തീമഴയായും കൊടുങ്കാറ്റായും പ്രളയമായും അമേരിക്കയിൽ നിത്യസംഭവമാകുമ്പോൾ ഗാസയിലടക്കം പിടഞ്ഞു വീണ ജീവനുകളെ നമ്മൾ എങ്ങനെയാണ് ഓർക്കാതിരിക്കുക? ഏത് ഗംഗയിൽ പോയി കുളിച്ചാലാണ് ആ പാപക്കറ അമേരിക്കയുടെ ജാതകത്തിൽ നിന്നും മാഞ്ഞു പോകുക? എവിടെ ചെന്നാണ് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യുക? എന്നാൽ ചെയ്തു കൂട്ടിയത് പാപമാണെന്ന തിരിച്ചറിവ് പോലും ഇല്ലാത്ത ഭരണാധികാരിയും ഭരണവ്യവസ്ഥിതിയുമുള്ള ഇന്നത്തെ അമേരിക്കയിലെ സാധാരണക്കാർക്കാണ് ഇതെല്ലാം നേരിടേണ്ടി വരുന്നത്. എല്ലാത്തിനും ചുക്കാൻ പിടിച്ച ഭരണവർഗം ഇപ്പോഴും ശപ്രമഞ്ചക്കട്ടിലിൽ കിടന്ന് ആനന്ദ നിർവൃതി അണയുകയാണ്. ഇപ്പോഴും അമേരിക്കയിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയുടെ ചൂട് പൊള്ളിക്കേണ്ടത് അവരുടെ ഹൃദയങ്ങളെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണത്തിന്റെ അഹങ്കാരത്തിൽ വീണ്ടും വീണ്ടും ധനാഢ്യനാകാനുള്ള ആർത്തിയെ തുടർന്ന് അമേരിക്ക ചെയ്തു കൂട്ടിയ പാപത്തിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നതെന്ന് പറയാതെ വയ്യ. ചോദ്യം നിങ്ങളോടാണ്: ഇന്ന് അമേരിക്കയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അവർ ശരിക്കും അർഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ എന്താണ് അമേരിക്കയിൽ സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ അമേരിക്കയിൽ ആവർത്തിക്കുന്നതെന്നും നമുക്ക് നോക്കാം. അമേരിക്കയിൽ വീണ്ടും കാട്ടുതീ പടരുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തർദേശീയ വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. ന്യൂജേഴ്സിയിൽ ഇതിനോടകം തന്നെ 8500 ഏക്കർ വനം കത്തി നശിച്ചു എന്നാണ് വാർത്ത. ബുധനാഴ്ചയാണ് കാട്ടുതീ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിവേഗം പടരുന്ന തീയെ തുടർന്ന് 10000കണക്കിന് ആളുകളോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശവും നൽകി. തിരക്കേറിയ ഹൈവേയും കാട്ടുതീയെ തുടർന്ന് അടയ്ക്കുകയായിരുന്നു. 17 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കാട്ടുതീ വിഴുങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനമാണ് കാട്ടുതീക്ക് കാരണമായിട്ട് ഇവർ പറയുന്നത്. ഇവിടെ കാട്ടുതീ പതിവുള്ള മേഖലയാണെങ്കിൽ പോലും കഴിഞ്ഞ 20 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ കാട്ടുതീയാണിതെന്നാണ് ദി വെതർ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകം 3000 താമസക്കാരോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശിച്ചുവെന്നും ചാനൽ പറയുന്നു. 1300 കെട്ടിടങ്ങൾ തീപിടുത്തത്തിന്റെ ഭീഷണിയിലാണ്. ജനങ്ങളെ സ്കൂളുകളിലും മറ്റ് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു വരികയാണ്. വൈദ്യുതിയും പലയിടത്തും മുടങ്ങി. 25,000 പേർക്ക് വൈദ്യുതി നിലച്ചതായിട്ടാണ് കണക്കെന്ന് ന്യൂജേഴ്സി സെൻട്രൽ പവർ ആൻഡ് ലൈറ്റ് കമ്പനി അറിയിച്ചു. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്നും കമ്പനി അറിയിക്കുന്നുണ്ടായിരുന്നു. കാട്ടുതീയുണ്ടായ മേഖല ഏറെ മാസങ്ങളായി കടുത്ത വരൾച്ചയെ നേരിടുന്ന മേഖല തന്നെയാണ്. വേനൽമഴ ലഭിച്ചാലേ ഇവിടെ കൂടുതൽ കാട്ടുതീ പ്രതിരോധിക്കാൻ കഴിയൂ എന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം. ബുധനാഴ്ച രാവിലെ കാട്ടുതീ വഴിമാറിയതിനെ തുടർന്ന് പലയിടത്തും ഒഴിപ്പിക്കൽ നിർദ്ദേശം മാറ്റിവെച്ചു. അതേസമയം തഹേഷാവെ ആക്ടിംഗ് ഗവർണർ കാട്ടുതീയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. ഓഷ്യാന കൗണ്ടിയിലും അടിയന്തരാവസ്ഥയാണുള്ളത്. ഗ്രീൻവുഡ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് ഏരിയയിൽ ഇന്നലെ രാവിലെ 9:45 കാട്ടുതീ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് തീ പടർന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഇതിപ്പോൾ അമേരിക്കയിൽ ഒരു നിത്യ സംഭവമായിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരണവർഗങ്ങളുടെ പിടിപ്പുകേടാണ് ഇതിന്റെ എല്ലാം ആധാരം. അമേരിക്കയിലുടനീളം അടുത്തിടെ ഉണ്ടായ കാട്ടുതീയുടെ വർധനവ് പരിസ്ഥിതി സംരക്ഷണത്തിനോടും കാലാവസ്ഥാ നയത്തോടുമുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ സമീപനത്തെക്കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ വെളിച്ചത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സമീപകാല ഭരണപരമായ നടപടികൾ പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകിയിട്ടില്ലെന്നും ഇത് കാട്ടുതീ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണെന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. 2025 ഏപ്രിലിൽ ഫോസിൽ ഇന്ധന ഖനന പദ്ധതികൾക്കുള്ള അനുമതി വേഗത്തിലാക്കാനുള്ള പദ്ധതികൾ US ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ട്രംപ് അധികാരത്തിലെത്തിയതോടെ ഡ്രിൽ ബേബി ഡ്രിൽ നയം നടപ്പിലാക്കി പിന്നെയും അമേരിക്കൻ മണ്ണിനെയും പ്രകൃതിയെയും ചൂഷണം ചെയ്തുകൊണ്ട്
നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കക്കാർ. ഇതൊക്കെ തന്നെ പ്രകൃതിയിലും കാലാവസ്ഥയിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതുവഴി പരിസ്ഥിതി അവലോകന കാലയളവുകൾ വർഷങ്ങളിൽ നിന്ന് ആഴ്ചകളായി കുറഞ്ഞു. പ്രഖ്യാപിത ഊർജ്ജ അടിയന്തരാവസ്ഥയാൽ ന്യായീകരിക്കപ്പെട്ട ഈ തീരുമാനം ദേശീയ പരിസ്ഥിതി നയ നിയമം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ നിയമം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന പരിസ്ഥിതി നിയമങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നാണ് പരിസ്ഥിതി ഗ്രൂപ്പുകളുടെ വിമർശനം. അതേസമയം പരിസ്ഥിതി സംരക്ഷണ ഏജൻസി അതായത് EPA മുൻ ഭരണകൂടത്തിന്റെ കാലത്ത് അനുവദിച്ച $20 ബില്യൺ കാലാവസ്ഥാ ഗ്രാന്റുകൾ മരവിപ്പിക്കുകയായിരുന്നു ചെയ്തത്. കാട്ടുതീ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഭരണകൂടം നിക്ഷേപങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും കാട്ടുതീ സാധ്യത കുറയ്ക്കുന്നതിനും കാട്ടുതീ തീപിടുത്ത തൊഴിലാളികളെ പിന്തുണയ്ക്കുന്നതിനുമായി ആഭ്യന്തര വകുപ്പിന് $1.6 ബില്യൺ വീതം ഉൾപ്പെടെ ഈ നടപടികൾ അപര്യാപ്തമായിരിക്കുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് കാട്ടുതീ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ പോലും അതിനുവേണ്ട പണമോ അതിനുവേണ്ട സൗകര്യങ്ങളോ അതിനുവേണ്ട തൊഴിലാളികളെയോ നിയമിക്കാൻ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന കാട്ടുതീ അപകട സാധ്യതകൾ ഫലപ്രദമായി കുറയ്ക്കുന്നതിന് അടുത്ത ദശകത്തിൽ 85 മുതൽ 95 ബില്യൺ നിക്ഷേപിക്കാൻ വൈൽഡ് ലാൻഡ് ഫയർ മിറ്റിഗേഷൻ ആൻഡ് മാനേജ്മെന്റ് കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ഇന്നത്തെ ട്രംപിന്റെ ഭരണകൂടം തയ്യാറല്ല. നമുക്കറിയാവുന്നതാണ്, പാരീസ് ഉടമ്പടിയിൽ നിന്ന് പോലും പിന്മാറുന്ന ട്രംപിനെയാണ്, അല്ലെങ്കിൽ പിന്മാറിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയാണ് നമ്മൾ കണ്ടത്. കൂടാതെ ഫോറസ്റ്റ് സർവീസ് തുടർച്ചയായ ബജറ്റ് വെട്ടിക്കുറവുകളും നേരിടുന്നുണ്ട്. ഇത് അധിക സസ്യജാലങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അതിന്റെ ശേഷിയാണ് തടസ്സപ്പെടുത്തുന്നത്. കാട്ടുതീ അപകടങ്ങൾക്ക് ഇതൊരു പ്രധാന കാരണം തന്നെയാണ്. അതിന്റെ സാമ്പത്തിക സ്രോതസ്സുകളുടെ പകുതിയിലധികം ഇപ്പോൾ അഗ്നിശമന ശ്രമങ്ങൾക്കായി നീക്കിവെക്കുകയാണ്. ഇത് ദീർഘകാല ആസൂത്രണത്തിലും ജീവനക്കാരുടെ ആവശ്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുന്നു. ഭരണകൂടത്തിന്റെ നടപടികൾ കാലാവസ്ഥാ ശാസ്ത്രത്തെ നയതീരുമാനങ്ങളിൽ സംയോജിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാന യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്തതാണ് ഫെഡറൽ കാട്ടുതീ പദ്ധതികളെന്ന് വിദഗ്ധർ വിമർശിച്ചു. നീണ്ടു നിൽക്കുന്ന വളർച്ചയ്ക്കും ഇന്ധന ലോഡുകൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്ന അപ്ഡേറ്റ് ചെയ്ത യന്ത്രങ്ങളുടെ ആവശ്യകതയെ ഊന്നി പറയാനും അവർ മറന്നില്ല. കൂടാതെ ശാസ്ത്രീയ ഡാറ്റയോടുള്ള ഭരണകൂടത്തിന്റെ സമീപനവും ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഫെഡറൽ ശാസ്ത്രീയ ഡാറ്റയുടെ സമഗ്രതയും പ്രവേശനക്ഷമതയും ദുർബലപ്പെടുത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക അപകട സാധ്യതകളുമായി ബന്ധപ്പെട്ട ആവശ്യ വിവരങ്ങളിലേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനത്തെ ഭീഷണിപ്പെടുത്തുമെന്നും വിമർശകർ പറയുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനുമുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സമീപകാലത്ത് നയങ്ങളിൽ വന്ന മാറ്റങ്ങൾ കാരണമായിട്ടുണ്ട്. കാട്ടുതീ അപകട സാധ്യതകൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചു വരുന്ന കാട്ടുതീ ഭീഷണി ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും അത് കുറയ്ക്കുന്നതിനും കൂടുതൽ സമഗ്രവും ശാസ്ത്രത്തിന്റെ അധിഷ്ഠിതമായ സമീപനങ്ങളും ആവശ്യമാണെന്ന് വിദഗ്ധരും പരിസ്ഥിതി പ്രവർത്തകരും വാദിക്കുന്നു. 2025 ആദ്യ ആഴ്ചകളിൽ, അതായത് ജനുവരി മാസത്തിൽ തന്നെ കാലിഫോർണിയയിൽ വലിയൊരു തീപിടുത്തമുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയുമായി. അതിനുശേഷം അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന കാട്ടുതീ വാർത്തകളിൽ ഇടം പിടിക്കാൻ തുടങ്ങി. ചൂട്, വരൾച്ച, വിനാശകരമായ കാലാവസ്ഥാ സംഭവങ്ങളുടെ അനന്തരഫലങ്ങൾ എന്നിവ മറ്റൊരു തിരക്കേറിയ കാട്ടുതീ സീസണിന് കളമൊരുക്കുന്നത് കൊണ്ട് തന്നെ വരും മാസങ്ങളിൽ ഭീഷണി വീണ്ടും ഉയരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അക്യുവെദർ പ്രവചകർ പറയുന്നത് പ്രകാരം അമേരിക്കയിലുടനീളം 7 മുതൽ 9 ദശലക്ഷം ഏക്കർ വരെ കത്തി നശിക്കുമെന്നാണ്. അമേരിക്കൻ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചതിനേക്കാൾ വലിയ കാട്ടുതീയായിട്ടാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ കാലിഫോർണിയയിൽ മാത്രം 7500 മുതൽ 900 വരെ തീപിടുത്തങ്ങൾ ഉൾപ്പെടെ 60,000 മുതൽ 75,000 വരെ തീപിടുത്തങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെടുന്നു. കാലാവസ്ഥ കാട്ടുതീയുടെ വ്യാപനത്തിന് അനുകൂലമാകുന്നുവെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എല്ലാ കാട്ടുതീകളുടെയും 90% മനുഷ്യരാണ് ഉണ്ടാക്കുന്നതെന്നാണ് വെസ്റ്റേൺ ഫയർ ചീഫ് അസോസിയേഷൻ പറയുന്നത്. അതായത് മനുഷ്യനിർമ്മിതമായ കാട്ടുതീയാണ് ഏക്കറുകളോളമുള്ള വനാന്തരങ്ങളെ നശിപ്പിക്കുന്നത് എന്ന് സാരം. വൈദ്യുതി ലൈനുകൾ മൂലമുണ്ടാകുന്ന തീപിടുത്തങ്ങൾ, ഉപേക്ഷിച്ച സിഗരറ്റ് കുറ്റികളിൽ നിന്നും അല്ലെങ്കിൽ നിയന്ത്രണാതീതമാകുന്ന ചെറിയ തീപിടുത്തങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾക്ക് സമീപം ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ വലിയ നാശനഷ്ടങ്ങൾക്കാണ് കാരണമാകുന്നത്. ഈ വർഷം ആദ്യം തെക്കൻ കാലിഫോർണിയയിൽ ഉണ്ടായ തീപിടുത്തങ്ങൾ മൊത്തം $250 ബില്യൺ മുതൽ $275 ബില്യൺ വരെ നാശനഷ്ടങ്ങൾക്കും സാമ്പത്തികമായിട്ട് വലിയ നഷ്ടത്തിനും കാരണമായതായിട്ട് അക്യുവെദർ കണക്കാക്കുന്നുണ്ട്. താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ്, വരൾച്ച, മാറിക്കൊണ്ടിരിക്കുന്ന മഴയുടെ രീതികൾ എന്നിവയൊക്കെ തന്നെ അമേരിക്കയിൽ കാട്ടുതീയുടെ സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്യുവെദർ സീനിയർ മെറ്റിയോറോളജിസ്റ്റ് ബ്രെറ്റ് ആൻഡോസൺ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ദുർബലമായ പ്രദേശങ്ങളിൽ കൂടുതൽ ആളുകൾ താമസിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇത് ജീവനും സ്വത്തിനും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആയുധ നിർമ്മാണ രംഗത്തും മറ്റ് രാജ്യങ്ങളെയും അവിടുത്തെ ജനതയെയും ബോംബിട്ട് തകർക്കാൻ നോക്കുന്ന അമേരിക്കയോട് പൊറുക്കാൻ പ്രകൃതി തയ്യാറായിട്ടില്ല. അത് പല രൂപത്തിൽ, പല ഭാവത്തിൽ സംഹാര താണ്ഡവം
ആടിയാണ് കടന്നു പോകുന്നത്. എല്ലാവരെയും ചട്ടം പഠിപ്പിക്കാൻ നടക്കുന്ന അമേരിക്കയ്ക്ക് പ്രകൃതിയുടെ കോപത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നതേയില്ല. കാട്ടുതീയും പ്രളയവും കൊടുങ്കാറ്റും ഭൂമികുലുക്കവും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് കിട്ടിയ ശാപങ്ങളാണ്. ഇന്നും ആ മണ്ണിൽ നിന്നും നിലവിളികൾ ഉയരുമ്പോൾ, ജീവനും സ്വത്തിനും വേണ്ടി മനുഷ്യർ പരക്കം പായുമ്പോൾ അമേരിക്ക എന്ന നീചന് നീതി ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യുക. എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയിൽ ഇപ്പോഴുണ്ടാകുന്ന അവസ്ഥ, അതായത് പ്രകൃതി ദുരന്തങ്ങളെ കാര്യമായിട്ട് പഠിക്കാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്യാൻ ഭരണകൂടത്തിനാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.